കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ദീർഘനാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി തുടക്കം കുറിച്ചിരിക്കുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന സൂചന നൽകിക്കൊണ്ട് ശമ്പള കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ സർക്കാർ പ്രസിദ്ധീകരിച്ചു. ഇതിനോടൊപ്പം തന്നെ കുടിശ്ശികയായിരുന്ന ക്ഷാമബത്ത അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവും പുറത്തിറങ്ങിയത് ജീവനക്കാർക്കിടയിൽ വലിയ ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. മുൻ ചീഫ് സെക്രട്ടറി VP ജോയി അധ്യക്ഷനായ കമ്മീഷനെയാണ് പുതിയ ശമ്പള ഘടന നിശ്ചയിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ സിവിൽ സർവീസിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ജീവനക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള ശുപാർശകളാണ് കമ്മീഷനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. പുതിയ ശമ്പള പരിഷ്കരണം 2026 ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കാനാണ് സർക്കാർ തീരുമാനം. ഇത് ജീവനക്കാർക്ക് വലിയ തോതിൽ കുടിശ്ശിക ലഭിക്കാൻ കാരണമാകും. കേവലം ശമ്പള വർധനവ് മാത്രമല്ല കമ്മീഷന്റെ പരിധിയിൽ വരുന്നത്. നിലവിലെ ശമ്പള ഘടനയിലെ അപാകതകൾ പരിഹരിക്കുക, പെൻഷൻ ആനുകൂല്യങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുക, സർക്കാർ സേവനങ്ങൾ ലളിതമാക്കുന്നതിലൂടെ ഭരണച്ചെലവ് കുറയ്ക്കുക തുടങ്ങിയവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന എന്നാൽ നിലവിൽ സംസ്ഥാന ജീവനക്കാർക്ക് ലഭ്യമല്ലാത്ത ആനുകൂല്യങ്ങൾ കേരളത്തിലും നടപ്പാകുമോ എന്ന് കമ്മീഷൻ പ്രത്യേകം പഠിക്കും. ഇതിന്റെ സാമ്പത്തിക ബാധ്യതയും സംസ്ഥാനത്തിന്റെ വരുമാനവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കമ്മീഷൻ പരിശോധിക്കും. റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷന് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് വെറും 3 മാസമാണ്. എന്നാൽ കേരളത്തിലെ മുൻകാല ശമ്പള കമ്മീഷനുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക എന്നത് നടക്കില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു.